നമസ്കാരം. തോൽവിയുടെ കാരണങ്ങൾ ആഴത്തിലും പരപ്പിലും പഠിക്കാൻ പ്രത്യേക യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണത്തിനുള്ള തിരക്കിലാണ് ക്യാപ്സ്യൂൾ വിദഗ്ധർ. ഇതിനിടെ വേറിട്ട ഒരു പ്രതികരണം നടത്തി ശ്രദ്ധേയനാവുകയാണ് ചെങ്ങന്നൂരിന്റെ അഭിമാന താരം. UDFന്റെ കഴിഞ്ഞ കാലങ്ങളായി 2-3 വർഷമായി നടത്തിയ കള്ളപ്രചരണങ്ങളെല്ലാം ജനങ്ങൾ വല്ലാതെ ഏറ്റിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളായി UDF നടത്തുന്ന കള്ളപ്രചരണങ്ങളിൽ കുറെ ആളുകൾ വീണുപോയിട്ടുണ്ട് എന്നത് വാസ്തവമാണെന്ന്. 10 കൊല്ലം കൊണ്ട് ദുരിതം നേരിട്ട് അനുഭവിച്ച ജനങ്ങളുടെ തീരുമാനത്തെ നോക്കി കൊഞ്ഞനം കുത്താതെ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ ജനങ്ങൾ തോൽപ്പിച്ചു എന്ന് ഇനിയെങ്കിലും അങ്ങ് സമ്മതിക്കച്ചായ. കള്ളത്തരങ്ങൾ പറഞ്ഞ് നടത്തിയ പ്രചരണങ്ങളെല്ലാം കുറച്ചാളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. കുറച്ചാളുകൾ, വളരെ കുറച്ചാളുകൾ അതൊക്കെ വിശ്വസിച്ച് അതനുസരിച്ച് വോട്ട് ചെയ്തു അല്ലേ? കിട്ടിയത് എത്ര സീറ്റാ? 35. 20 മന്ത്രിമാർ മത്സരിച്ചതിൽ എത്ര പേര് ജയിച്ചു? 7. അതും കഷ്ടിച്ച്. ഇത്രയും കടുത്ത ഒരു ആഘാതം ഏറ്റിട്ടും തോൽവിയുടെ കാരണക്കാർ നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഒരുത്തനും ദൈവം സഹായിച്ചു പറ്റുന്നില്ല. ദാസൻ പെരക്കകത്ത് നിറങ്ങിയിട്ടില്ല എന്ന് അറിഞ്ഞത്. അതിന്റെ ഭാഗമായി ഉണ്ടായ തിരിച്ചടിയാണ് കേരളത്തിൽ മൊത്തം ഉണ്ടായത്. ചേട്ടാ, പിന്നെയും പറഞ്ഞു വരുന്നത് ജനങ്ങൾ വിഡ്ഢികളാണെന്നാ. നോക്കിയും കണ്ടും കേരളത്തിലെ വോട്ടർമാരെടുത്ത ഒരു തീരുമാനത്തെ പോലും മതിക്കാത്ത ഈ ജനപ്രതിനിധി എങ്ങനെ ജയിച്ചു എന്നൊരു അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും. UDFന്റെ കഴിഞ്ഞ കാലങ്ങളായി 2-3 വർഷമായി നടത്തിയ കള്ളപ്രചരണങ്ങളെല്ലാം ജനങ്ങൾ വല്ലാതെ ഏറ്റിട്ടുണ്ടെന്നുള്ള വസ്തുതയാണ്. അവരൊന്നും കണ്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവർക്കൊരു പിടിയില്ല. തള്ളുവാണെങ്കിൽ ഇതേ ഇങ്ങനെ തള്ളണം. നിങ്ങളെപ്പോലുള്ളവരുടെയൊക്കെ വായനക്കം ഒരു പൊടിക്ക് കുറച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ സീറ്റുകളിൽ രക്ഷപ്പെട്ടേനെ. ഇനിയിപ്പം മുഖത്തോട് മുഖം നോക്കിയിരുന്ന് മാറി മാറി ക്യാപ്സ്യൂളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അണ്ണാക്കിലോട്ട് തള്ളിക്കൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രമല്ല, പൊതുവേ കേരളത്തിൽ നല്ല പരാജയമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. നല്ല പരാജയമോ? അങ്ങനെയല്ല മാസ്റ്ററെ. നാണം കെട്ട പരാജയം, നാറിയ പരാജയം, അധപ്പതിച്ച പരാജയം, ചോദിച്ചു വാങ്ങിയ പരാജയം, കയ്യിലിരിപ്പിന് കിട്ടിയ പരാജയം, നാട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച പരാജയം. ഓരോന്നും സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഴത്തിൽ വിശദമായി പരിശോധിച്ച് തിരുത്തി മുന്നോട്ടേക്ക് പോകാനുള്ള ഈ പഠിത്തം എന്ന് തീരും? കയ്യിലിരുന്നതെല്ലാം പോയിട്ട് ഇതുവരെ പഠിച്ചു തീർന്നില്ലേ? ആഴത്തിലൊക്കെ പഠിച്ചിട്ട് തിരുത്താനാണെങ്കിൽ ആയുസ് തികയുമോ മാസ്റ്ററെ? മുഖത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്ന ആ 2 കണ്ണുകളുണ്ടല്ലോ, അതൊന്ന് തുറക്ക്. നേരെ ചൊവ്വേ തുറന്ന് ചുറ്റും ഒന്ന് നോക്ക്. 2 സൈഡിലും ചെവി ഫിറ്റ് ചെയ്തിരിക്കുന്നതേ ഭംഗിക്ക് വേണ്ടിയല്ല, ആളുകൾ പറയുന്നത് കേൾക്കാനാ. നാട്ടുകാരെന്താണ് നിങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് പറയുന്നതെന്നും ചിന്തിക്കുന്നതെന്നും കണ്ണും ചെവിയും തലച്ചോറും ഒക്കെ തുറന്ന് ഒന്നറിയാൻ നോക്ക്. ഇനിയെങ്കിലും പഠിക്കാൻ കടലിൻ്റെ അടിത്തട്ടി പോകുന്നു. LDFന് അപ്രതീക്ഷിതമായ പരാജയമാണ് ഉണ്ടായത്. ജനങ്ങൾ പ്രതീക്ഷിച്ച പരാജയമാണ്. നിങ്ങളെത്ര 140 പ്രതീക്ഷിച്ചത് അല്ലേ? പ്രതീക്ഷിക്കാമല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ കുറെ കൊല്ലം കൊണ്ട് കേരളത്തിൽ ചെയ്തു കൂട്ടിയിരുന്നതല്ലേ? തെറ്റുകൾ സംഭവിച്ചുവെങ്കിൽ അത് തിരുത്തും. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തും. തിരുത്തല്ലേ? നിങ്ങൾക്ക് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. ജനങ്ങളാണ് തെറ്റ് ചെയ്തത്. അത് ഞങ്ങളിപ്പോൾ തിരുത്തിയിട്ടുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെ തന്നെ തുടരണം കേട്ടോ. ഇങ്ങനെ തന്നെ തുടരൂ. മുന്നോട്ട് ആഹ്വാനം ചെയ്യാനിരിക്കുന്ന ഹർത്താലുകളെ പറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചർച്ച ചെയ്യാൻ തുടങ്ങും. തിരുത്തേണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തും. വേറെ ഏതൊരു മഹാനും കൂടി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയായിരുന്നല്ലോ. തിരുത്തേണ്ടത് വല്ലതും ഉണ്ടെങ്കിൽ തിരുത്തുകയും ചെയ്യും. ഒന്നുമില്ല അണ്ണാ, തിരുത്താൻ ഒന്നുമില്ല. നിങ്ങളൊന്നും ഒരു കാലത്തും തിരുത്തരുത്. തെറ്റുകളായിട്ടും വെട്ടും കുത്തുകളുമായിട്ടും നിങ്ങൾ മുന്നോട്ട് തന്നെ തുടരണം. മുങ്ങിത്താണ കപ്പലിൻ്റെ ദ്രവിച്ച പലക കഷ്ണങ്ങൾ പോലും അവശേഷിപ്പിക്കാത്ത വിധത്തിൽ നിങ്ങളുടെ തിരുത്തലില്ലായ്മ തുടരണം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM-ഉം ഇടതുപക്ഷവും. അതെ, സ്വന്തം വീട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രവർത്തിച്ചാൽ ബാക്കി ഇവിടെ ജീവിക്കുന്ന നാട്ടുകാർക്കൊന്ന് ശ്വസിക്കണമെങ്കിൽ നിങ്ങളുടെ അനുവാദം ചോദിക്കേണ്ട അവസ്ഥയെത്തും. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങ് തിരുത്തിയത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ജനങ്ങൾക്ക് കുറേ കാലത്തേക്ക് സുഖമായിട്ട് കഴിയാനുള്ളത് റെഡിയാക്കിയിട്ടുണ്ടല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ അതൊക്കെ തിന്ന് കളഞ്ഞ് തൽക്കാലം വീട്ടിലെ ജനങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുക കേട്ടോ. കൂടുതൽ ജനസേവനത്തിന് വേണ്ടി ഇറങ്ങുക എന്നതാണ് ഈ ഘട്ടത്തിൽ പാർട്ടിക്കും ഇടതുപക്ഷത്തിന് ചെയ്യാനുള്ളത്.
അയ്യോ, നിങ്ങളുടെ വീടിന് പുറത്തുള്ള ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഇറങ്ങരുതേ. ജനങ്ങളെ സേവിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങളെന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. അപ്പോൾ വെറുതെ ആഴം, പഠനം, സേവനം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ബുദ്ധിമുട്ടിക്കാൻ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങരുതേ. പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടിയാണ് ഉണ്ടായത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടായിരിക്കും പാർട്ടിയുടെയും ഇടതുപക്ഷത്തിൻ്റെയും ഭാവി പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുക. ഇനി എന്തോന്ന് ഭാവി അണ്ണാ? വർത്തമാനം പോലും നേരെ ചൊവ്വേ പറയാൻ അറിയാത്ത ഭൂതത്തെയും കൊണ്ട് ഭാവി ഉണ്ടാക്കാൻ നടക്കുവാണ്. കഷ്ടം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിച്ച വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടില്ല. ആ മുഖത്തെ ഒരു സന്തോഷം കണ്ടോ? ഈ കണക്കിന് കുറച്ച് കിട്ടിയിരുന്നെങ്കിലോ. കേരളത്തിന്റെ കഴിഞ്ഞകാല അനുഭവങ്ങളെല്ലാമായി ബന്ധപ്പെട്ട് വലിയ വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എൻ്റെ പൊന്നു മിത്തപ്പ, ഇയാളുടെയൊക്കെ ഒരു തൊലിക്കട്ടി. കേരളത്തിൻ്റെ കഴിഞ്ഞകാല അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയപ്പോൾ കുറേ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്ന്. കഴിഞ്ഞകാല അനുഭവങ്ങൾ നേരിട്ട് അനുഭവിച്ച ആളുകളെടുത്ത തീരുമാനമാണ് അണ്ണാ ഇത്. ഇവർക്കെല്ലാം ഒരുപോലെ കാഴ്ചശക്തിയും കേൾവിശക്തിയൊക്കെ കുറഞ്ഞു. ഈ പ്രതികൂല സാഹചര്യത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കേരളത്തിലുണ്ട്. അപ്പൊ തോറ്റിട്ടില്ല എന്നാ പറഞ്ഞു വരുന്നത്. ശരി, ആ വോട്ട് ചെയ്ത ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക സർക്കാർ നിങ്ങളും മുൻകൈയെടുത്തങ്ങ് രൂപീകരിക്കും. എന്നിട്ട് ഇതുവരെ സേവിച്ചതുപോലെ എല്ലാവരെയും സേവിച്ചില്ലേ, അതുപോലെ അവരെ അങ്ങ് തുടർന്നും സേവിക്കും. ചെല്ല് അണ്ണം പോയി അതിന് വല്ല മാർഗം ഉണ്ടോ എന്ന് നോക്ക്. ഇതൊക്കെ ഇനി ഏത് കാലത്ത് ശരിയാവും എൻ്റെ തമ്പുരാനെ? എല്ലാം ശരിയാക്കി അടിമക്കൂട്ടും അങ്ങനെ ഒരു കാലത്തും ശരിയാകാത്ത പരുവത്തിലായി. കർമ്മഫലം കിടന്ന് അനുഭവിക്കട്ടെ.